ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മുടെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. ഇന്ന് ലൈവിൽ രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ ഒരു അടി നടന്നു. അത് ശരിക്കും പറഞ്ഞാൽ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രാവിലെ അനുമോൾ ഉൾപ്പെടെയുള്ളവർ കിച്ചൺ ടീമാണല്ലോ ഇപ്പോൾ. ഇന്നലെ രാത്രിയിൽ ആര്യൻ തീരുമാനിച്ച ടീം. ആ ടീം രാവിലെ തന്നെ അനുമോൾ എണീറ്റു കേട്ടോ. ആദ്യം അനുമോൾ എണീറ്റു, ആദില നോറയൊക്കെ വിളിച്ചുണർത്തി, അതുപോലെ അപ്പാനിയെ വിളിച്ചു, അത് കഴിഞ്ഞ് നെവിനെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു. ഇവർ കിച്ചണിൽ വന്നു. അവർ വന്നപ്പോൾ അവിടെ കുറേ പണികളൊക്കെ ബാക്കി കിടന്നു. അവർ തന്നെ അതൊക്കെ ചെയ്ത് കിച്ചണൊക്കെ ഒതുക്കി പണികൾ അവർ തുടങ്ങി, കട്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോഴേക്കും അനീഷും നമ്മുടെ ഷാനവാസും എല്ലാവരും വന്നു. ഇതിനിടയിൽ കിച്ചണിലുണ്ടായിരുന്ന പല സാധനങ്ങളും കാണാനില്ല. തേന് പോലുള്ള സാധനങ്ങളൊന്നും കാണാനില്ല. നെവിനൊക്കെ വന്നിട്ട് അത് എവിടെയാണ് എന്ന് അന്വേഷിച്ചു. കാരണം ഞാൻ എന്തെങ്കിലും എടുത്താൽ ഇവിടെ വലിയ പ്രശ്നമാണല്ലോ. ഇത് ആരാണ് തേൻ ഇവിടുന്ന് മോഷ്ടിച്ചതെന്ന് അറിയണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി. ആ സമയത്ത് അക്ബറാണ് അതെടുത്ത് മാറ്റി വെച്ചത് എന്ന് പിന്നീട് അക്ബർ വന്ന് വെളിപ്പെടുത്തുന്നു. അതെങ്ങനെ നിനക്കെടുത്ത് മാറ്റി വയ്ക്കാൻ കഴിയും? അങ്ങനെ കിച്ചണിലെ സാധനങ്ങൾ അങ്ങനെ ആർക്കെങ്കിലും എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുള്ള ഒരു തർക്കം അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ അനീഷിൻ്റെ അടുത്ത് നമ്മുടെ നിലവിലെ ക്യാപ്റ്റൻ, അതായത് ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം അതാണ്, ക്യാപ്റ്റനായിട്ടുള്ള ഷാനവാസ് പറയുന്നുണ്ട് ഇതൊക്കെ നിന്റെ ഉത്തരവാദിത്തമാണ്, നീയല്ലേ കിച്ചൺ ക്യാപ്റ്റൻ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അനീഷ് പറയുന്നു ഞാനല്ല ഇപ്പോൾ കിച്ചൺ ക്യാപ്റ്റൻ, ഞാനിപ്പോൾ കിച്ചണിലല്ല, ഇന്നലെ പുതിയ ടീം വന്നത് നീ കണ്ടതല്ലേ, നീയും ഇപ്പോൾ ക്യാപ്റ്റൻ അല്ല എന്ന് അനീഷ് നമ്മുടെ ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നു അതെങ്ങനെ ശരിയാവും? ഇവിടെ ക്യാപ്റ്റൻസി കൈമാറുന്ന ഒരു ചടങ്ങുണ്ട്. അത് ബിഗ് ബോസ് വിളിച്ചു വരുത്തി ബിഗ് ബോസ് പറയുന്ന അനുസരിച്ചാണ് ക്യാപ്റ്റൻസി മാറുന്നത്. അതിനുശേഷമാണ് ഒഫീഷ്യലായിട്ട് പുതിയ ക്യാപ്റ്റന് അധികാരം ഏറ്റെടുക്കുകയും പുതിയ ടീം ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ടും വരുന്നത്. അതുവരെയും പഴയ ടീം തന്നെയാണ് അതാത് ഡ്യൂട്ടികളിൽ തുടരേണ്ടത് എന്ന് ഷാനവാസ് ഒരു പോയിന്റ് എടുത്തിരുന്നുണ്ട്. സംഗതി ഒന്നൊന്നര പോയിന്റാണ്. ഈ പേര് പറഞ്ഞ് ഇന്ന് രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് വലിയ വഴക്കുകൾ അവിടെ നടക്കുന്നുണ്ട്. അനീഷ് ഇത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നലെ നീ എന്തുകൊണ്ട് പറയാത്തതെന്ന് അനീഷ് ചോദിച്ചു. ഇതേ കാര്യം തന്നെ അക്ബറും ചോദിച്ചു. അതായത് ഇന്നലെ രാത്രിയിൽ ലൈറ്റ് ഓഫായിട്ടാണ് ആര്യൻ ടീം വിളിക്കുന്നത്. ആ സമയത്ത് അവിടെ ഷാനവാസ് ഉണ്ടായിരുന്നു. ഷാനവാസ് പറഞ്ഞുമില്ല അങ്ങനെ എങ്ങനെ ടീം വിളിക്കാൻ പറ്റും, അതൊക്കെ ബിഗ് ബോസ് പറയട്ടെ എന്നുള്ളത് ഷാനവാസ് പറഞ്ഞിട്ടുമില്ല. എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഷാനവാസിനും അങ്ങനത്തെ ഒരു ഐഡിയ പോയില്ല. ഷാനവാസും അത് സീരിയസ് ആയിട്ട് ആലോചിച്ചു കാണില്ല. പക്ഷെ രാവിലെയാണ് ഷാനവാസിന് കത്തിയത്. പറയും പോലെ ഈ അധികാര കൈമാറ്റമൊന്നും നടന്നില്ല, ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവന് ക്യാപ്റ്റൻസി ഏറ്റെടുക്കാൻ പറ്റുക? പിന്നെ എങ്ങനെയാണ് പുതിയ ടീം ഡ്യൂട്ടിക്ക് വരിക? അപ്പം ഈ ഒരു പോയിന്റ് ഷാനവാസ് എടുത്തിരുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ വഴക്കെല്ലാം ഉണ്ടാവുന്നത്. സംഗതി ഷാനവാസ് മറന്നുപോയതായിരിക്കാം, എങ്കിൽ കൂടി ഷാനവാസ് ഇന്ന് പറഞ്ഞത് പോയിന്റാണ്. അത് ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമായിരുന്നില്ല. ഇന്നലെ ഷാനവാസ് പക്ഷേ മറന്നുപോയതായിരിക്കാം. എന്തായാലും ബിഗ് ബോസിന്റെ അനുവാദം ഇല്ലാതെ ക്യാപ്റ്റൻ അധികാരം ഏറ്റെടുക്കുന്നു. പുതിയ ക്യാപ്റ്റൻ വന്ന് ഞാനാണ് ഭരണാധികാരി എന്ന് പറയുന്നു. പഴയ ക്യാപ്റ്റൻ അധികാരം ഒഴിയാതെ നിൽക്കുന്നു. എന്നിട്ട് പുതിയ ക്യാപ്റ്റൻ പുതിയ ടീമിനെ ഉണ്ടാക്കുന്നു. ഇത്തരം സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിയിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.